ഹായ് ഗായ്സ്, ഇന്ന് ഒരു ചക്ക ഹൽവ ഉണ്ടാക്കാനാണെന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഞാനൊന്ന് പിന്നെ ചക്കയൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട് പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ എങ്ങനെയാണ് ഹൽവ ഉണ്ടാക്കാം എന്നുള്ളത് ഒന്ന് നോക്കാമല്ലേ. നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ചക്കയൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് നോക്കാം. ഞാൻ ശർക്കര ഉരുക്കിയത് പിന്നെ ഫ്രൈ പാനിലേക്ക് ഒഴിച്ചു കൊടുത്താണ്. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ചക്ക അരച്ചത് നമുക്ക് ചേർക്കാം. നമുക്കിതിനകത്ത് അരപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പം നല്ലോണം ഇളക്കി കൊടുക്കാം. കട്ടയൊക്കെ ഒന്ന് വിടിയിപ്പിച്ച് കൊടുക്കാം. ഇടയ്ക്ക് ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മളുടെ ഈ ഒരു നോൺ സ്റ്റിക്കിൽ നിന്ന് ഇതിങ്ങനെ മെല്ലെ മെല്ലെ വിട്ട് വരുന്നുണ്ട്. വെള്ളമൊക്കെ ഇങ്ങനെ വറ്റി, ശർക്കരയുടെ വെള്ളവും ചക്കയുടെ വെള്ളമൊക്കെ വറ്റി ഇങ്ങനെ വരുന്നുണ്ട്. ലാസ്റ്റ് വൺ. ഇനിയും നല്ലോണം ഇളക്കി കൊടുക്കണം. എന്നിട്ട് ആ വെള്ളം നല്ലോണം വറ്റിയിട്ട് വേണം റെഡിയാക്കി എടുക്കാൻ. നല്ല കുഴമ്പ് രൂപത്തിലാക്കി എടുക്കണം. ഒരു പാത്രം എടുത്തിട്ട് നല്ലോണം എണ്ണ തേച്ച് കൊടുക്കുക. നമ്മളൊരു പാത്രത്തിൽ നമ്മൾ നെയ്യ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഏതിനാണോ നമ്മൾ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് എണ്ണ തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഫില്ല് ചെയ്യാനാണ് പോകുന്നത്. ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. വിട്ട് പോരുന്ന ഒരു പരുവത്തിലാകുമ്പോഴാണ് നമ്മളിത് എടുത്ത് പാത്രത്തിലേക്ക് മാറ്റി വരണം. അതൊക്കെ ശരിക്കും നല്ലൊരു പരുവമായിട്ടുണ്ട്. നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാനെടുക്കാം. പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. അതെല്ലാം ഇപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇതിനകത്തേക്ക് ആക്കിയിട്ട് സെറ്റ് ചെയ്യാൻ പോവാണ്. പിന്നെ മേളിൽ കുറച്ച് അപ്പം നമ്മളുടെ ചക്ക ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഒക്കെ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ളൊരു ഹൽവയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു.